എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ രൂപത്തിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് വന്നത്. കൃത്യമായ ഒരു ഡൗൺ മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. ഇന്ന് വളരെ സ്ലോവിലാണ് വന്നതെങ്കിലും, അതായത് ഇവിടെ നിന്നും ഓപ്പൺ ചെയ്ത് കുറച്ച് താഴെ വന്ന് പിന്നീട് മുകളിലേക്ക് വന്നിട്ടാണ് സ്ലൈറ്റ്ലി ഡൗൺ സൈഡിലേക്ക് വന്നത്. അവസാനം ഈ IT ഓഹരികളുടെ ഒരു ബൈയിങ് പ്രഷർ കൊണ്ട് കുറച്ച് മേൽപോട്ട് വന്ന് നിന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇന്ന് മാർക്കറ്റ് നടത്തിയിരിക്കുന്നത്. അതേസമയം ഇന്നലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാകും എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു അഭ്യൂഹം നിലനിന്നിരുന്നു. പക്ഷേ ഇന്ന് അതിനൊരു തീരുമാനമായതുകൊണ്ട് തന്നെ ചെറിയ ഒരു ചലനങ്ങൾ മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞെങ്കിലും ഇന്നും ഒരു സൈഡ് വേ മാർക്കറ്റ് എന്ന് തന്നെയാണ് ഇതിനെയും പറയാൻ കഴിയൂ. പുതിയ ഗവർണറായിട്ട് ഇപ്പം നിലവിലുള്ള സെൻട്രൽ റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര ആകും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നത്. മാത്രമല്ല, ഇതിനു മുമ്പത്തെ ഗവർണറായിരുന്ന ശക്തികാന്ത ദാസ് അതായത് അദ്ദേഹം ഈ പലിശ നിരക്കിൽ വളരെ കടുംപിടുത്തുള്ള ആളായിരുന്നു. എന്നാൽ പുതിയ ഗവർണർക്ക് അത്തരത്തിലുള്ള ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ കുറച്ചൊരു ഉണർവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഓരോ ദിവസവും നോക്കിക്കാണാം. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ലൈറ്റ്ലി ഒരു സൈഡ് വേ തന്നെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ 15 മിനിറ്റ്സ് ക്യാൻഡിലിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ആയിട്ടുണ്ട്. പാരലൽ ചാനലിലൂടെയാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിഫ്റ്റി തന്നെയല്ലേ? ഓക്കെ, നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സെൻസെക്സും ഏകദേശം അതേ മെത്തേഡ് തന്നെ ആയിരിക്കും. തീർച്ചയായും കണ്ടോ സെൻസെക്സും, കാരണം രണ്ടും സെയിമാണ്, രണ്ടിലും ഒരേ സ്റ്റോക്കുകളാണ്. പക്ഷേ സെൻസെക്സിൽ 30 സ്റ്റോക്കുള്ളൂ, നിഫ്റ്റി 50-ൽ 50 സ്റ്റോക്കാണ്. അപ്പോൾ ഈ ലൈനിനെ ബ്രേക്ക് ചെയ്യുന്ന പക്ഷം എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ നിന്നും ചെറുതായിട്ട് റെസിസ്റ്റൻസ് എടുത്ത പോലെയാണ് കാണുന്നത്. നാളെ ഏത് രീതിയിലായിരിക്കും ട്രേഡ് ആവുക എന്നുള്ളത്, അതായത് എങ്ങോട്ടാണ് സാധ്യത എന്നുള്ളത് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് വന്നിട്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞത് വളരെ കറക്റ്റായിരുന്നു. ഡൗൺ സൈഡിലേക്കാണ് സൂചന എന്ന് പറഞ്ഞല്ലോ. ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് വന്നത്. ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിലും സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഒരു പോസിറ്റീവിലാണ്. അതേപോലെ സെൻസെക്സ് ഒരു ഫ്ലാറ്റോ ക്ലോസിങ് തന്നെയാണ്, നിഫ്റ്റിയെ പോലെ തന്നെ. 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വെച്ചിരിക്കുന്നത്, അതായത് ഇൻവെർട്ടഡ് ക്യാൻഡിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുകളിലേക്ക് പോകാനും സാധ്യതയാണ് കാണുന്നത്. ഏതായിരുന്നാലും നോക്കാം. നമ്മുടെ ഇന്നലത്തെ ലെവലുകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ 24,760 മുകളിലാണ് എൻട്രി പറഞ്ഞിരിക്കുന്നത്. ആക്റ്റീവായിട്ടില്ല. ഡൗൺ സൈഡിലേക്ക് 24,510. എത്ര പെർഫെക്റ്റായിട്ടാണ് നോക്കൂ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഇവിടെ നിന്നും എൻട്രി എടുക്കാമെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് നമ്മൾ തീരുമാനിച്ച് വേണ്ട, റിസ്കിന് നിൽക്കേണ്ട, നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുത്ത് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നീട് സത്യത്തിൽ ആ ഒരു തീരുമാനം നമുക്കിന്ന് നന്നായി ഗുണം ചെയ്തു. നമുക്ക് എൻട്രി ലഭിച്ചില്ല എന്നല്ലേ ഉള്ളൂ, നമുക്ക് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് പോയി എന്നുള്ളൊരു സങ്കടം വേണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ സെയിം സൈഡ് വേ മാർക്കറ്റ് തന്നെ, ഹ്യൂജ് സൈഡ് വേ. പക്ഷേ ഞങ്ങളിന്ന് സജഷൻ ചെയ്ത 5 ട്രേഡുകളിൽ 4 ട്രേഡും ടാർഗറ്റ് ഹിറ്റാണ്. ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റ് ഹിറ്റാണ്. ഒരു ട്രേഡ് 7 പോയിൻറ്റിൽ എക്സിറ്റ് അടിക്കാൻ നിർദ്ദേശം കൊടുത്തു. എക്സിറ്റ് അല്ല, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് നിർദ്ദേശം കൊടുത്തത്. അതേസമയം ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അത് റീ എൻട്രിയിലൂടെ അതിൻ്റെ 2 ഇരട്ടി നമുക്ക് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ഡേ ആണ് ഇന്ന്. തെറ്റില്ല, സൈഡ് വേ ആണെങ്കിലും ഞങ്ങളുടെ സ്ട്രാറ്റജി വെച്ചിട്ട് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇത് സെൻസെക്സ് ആണ്. സെൻസെക്സിൽ നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ട്. 81,360 താഴെയാണ് 5 മിനിറ്റ്സിൽ നമ്മൾ എൻട്രി പറഞ്ഞത്. നമുക്ക് നോക്കൂ, ഇവിടെ എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിന്നാണ് എൻട്രി എടുക്കാറ്. 170 പോയിൻറ്റിൻ്റെ റാലി ലഭിച്ചിട്ടുണ്ട്. ഒരു 150 പോയിൻ്റ് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ SL വെക്കുന്നത്, ഇവിടെ നിന്ന് എൻട്രി എടുത്ത സ്ഥിതിക്ക് ഇവിടെയാണ് SL വെക്കുക. അത് അളന്ന് നോക്കുമ്പോൾ 91, 1:2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 1:2 നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ഈ ഡിസംബർ മാസമെങ്കിലും 1:1, ഇതിപ്പോൾ
കിട്ടുമോ കിട്ടിയിട്ടുണ്ട്. പക്ഷേ 1:1 തന്നെ ബുക്ക് ചെയ്തിറങ്ങുക. പിന്നീട് അവിടെ നിന്ന് പോവുകയാണെങ്കിൽ വീണ്ടും എടുക്കാം. അല്ല പറയുക തിരിച്ച് റിട്ടേൺ വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ 1:1 മതി എന്നുള്ള രൂപത്തിൽ എക്സിറ്റ് അടിക്കാൻ നോക്കുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഡിസംബർ മാസത്തിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും എൻട്രി ലഭിച്ചിട്ടില്ല. സെൻസെക്സിൽ പ്രോഫിറ്റാണ്. അതേസമയം ഇന്നലെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ്. ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിൽ എൻട്രി ഇല്ല. കഴിഞ്ഞ ആഴ്ചയിൽ 3 ദിവസം നമുക്ക് പ്രോഫിറ്റും 2 ദിവസം നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. അപ്പോൾ ടോട്ടലി നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 4 ദിവസം നമുക്ക് പ്രോഫിറ്റും 2 ദിവസം നോ എൻട്രിയും 1 ദിവസം സ്റ്റോപ്പ് ലോസ് ഹിറ്റും. ഓക്കെ, നിങ്ങൾ കണക്ക് വെക്കണം. നമുക്ക് വരും ദിവസങ്ങളിലും ഈ മാസം എങ്ങനെയുണ്ട് എന്നുള്ള ഒന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വളരെ ഡിഫിക്കൽട്ടായ മന്താണ് ഈ ഡിസംബർ. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നാളേക്ക് ഏതെല്ലാം സപ്പോർട്ടുകളും റെസിസ്റ്റൻസുമാണ് ആക്ട് ചെയ്യുക, അത് എവിടെ നിന്നൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം സെൻസെക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം മുകളിലേക്ക് പോകുന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത്. നോക്കാം, നാളെ ഏതായിരുന്നാലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആവാനാണ് സാധ്യത. 1 ഡേ ടൈം ഫ്രെയിമിൽ അങ്ങനെയാണ്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് വരുമ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്ങിന് ഏതെല്ലാം സപ്പോർട്ടുകൾ നോക്കാം. 81,140 താഴെ തന്നെയാണ് 1 അവർ ടൈം ഫ്രെയിമിൽ. അതിനൊരു മാറ്റമില്ല. ഡൗൺ സൈഡിലേക്ക്, അപ്പ് സൈഡിലേക്ക് സെയിം. കാരണം ഇന്ന് ഫുൾ സൈഡ് വല്ലേ. 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ അപ്പ് സൈഡിലേക്ക് 81,990 മുകളിൽ 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. സെൻസെക്സിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മതി 81,140 താഴെ. കാരണം ഇന്നിപ്പോൾ അവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ സെൻസെക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഒരു മാറ്റമില്ല. സെയിം 53,880 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിലും ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 52,850 താഴെ ഡൗൺ സൈഡിലേക്കും 1 അവർ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ്സിൽ 53,180 താഴെ ഡൗൺ സൈഡിലേക്കും അപ്പ് സൈഡിലേക്ക് 53,880 മുകളിൽ അപ്പ് സൈഡിലേക്കും 5 മിനിറ്റ്സിൽ. അതിന് യാതൊരു മാറ്റവും നമ്മൾ വരുത്തേണ്ട ആവശ്യമില്ല. കാരണം സൈഡ് വേ മാർക്കറ്റായിരുന്നു. നെക്സ്റ്റ് നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ നോക്കൂ, സപ്പോർട്ട് എടുത്തിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് 24,490 താഴെ 1 അവർ ടൈം ഫ്രെയിമിലും 5 മിനിറ്റ്സിലും 24,490 താഴെ തന്നെ എൻട്രി എടുത്താൽ മതി. അപ്പ് സൈഡിലേക്ക് 5 മിനിറ്റ്സിൽ 24,760 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ 24,860 മുകളിൽ. നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ചാർട്ടിൽ കറക്റ്റായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് വയ്ക്കുക. നാളെ ഏതെങ്കിലും ഒരു ഭാഗം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ, നിങ്ങൾ 5 മിനിറ്റ്സ് ക്യാൻഡിലാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ആ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം എടുത്ത് പോകാൻ പാടുകയുള്ളൂ. അതിനു മുമ്പ് എടുത്ത് പോകരുത്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.